നമസ്കാരം. ഒടുവിൽ പിണറായി വിജയനും പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, നല്ല അസൽ പുലിമടയിൽ പെട്ടു. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും പറ്റിയല്ല. കേരളത്തിലെ അതിപ്രശസ്തരായ നേതാക്കന്മാരുടെയും കണ്ണിലുണ്ണിയായി അറിയപ്പെട്ടിരുന്ന സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിന്റെ ചില നഗ്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്ന പേര് പിണറായി വിജയന്റേതാണ്. കർമ്മ എന്നൊരു വാക്കിനെ പറ്റി പലരും പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയുമായിരിക്കും ആ കാര്യമെന്ന് പ്രതീക്ഷിച്ചില്ല. പണ്ട് ഉമ്മൻചാണ്ടിയോട് സോളാർ കേസിൽ സരിതയെ മുൻനിർത്തി പിണറായിയും കൂട്ടരും നല്ല തറ കളി കളിച്ചപ്പോൾ ഓർത്തു കാണില്ല കാലം ഇതുപോലെ പിണറായിക്കും കൂട്ടിയും കുറച്ചും കണക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സ്വപ്ന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മാധ്യമലോകം ഏറ്റെടുത്തിരിക്കുന്നത്. ആ വാക്കുകൾ കേട്ടാൽ പിണറായി എന്ന ഇരട്ടച്ചങ്കൻ കർക്കശക്കാരനും ഒരു വാക്കുപോലും പുഞ്ചിരിച്ചും തെളിഞ്ഞും പറയാൻ അറിയാത്ത ഒരാളാണെന്നും തോന്നില്ല. നമ്മൾ കണ്ട പിണറായി അല്ല സ്വപ്ന സുരേഷ് കണ്ടതെന്ന് സാരം. സ്വപ്നയുടെ ചില പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ പഴയ പിണറായി തന്നെയാണോ എന്ന കാര്യത്തിൽ പോലും സംശയം തോന്നും. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോൾ മനസ്സും നാവും അത്ര ശുദ്ധമാണോ എന്ന കാര്യം പൊതുജനം പണ്ടേ ചോദിക്കേണ്ടിയിരുന്നു. പിണറായിക്ക് ഇത് എന്തായാലും അത്ര നല്ല കാലമല്ല എന്ന കാര്യം ഉറപ്പാണ്. അടിക്കടി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ അടി തിരഞ്ഞെടുപ്പ് തോൽവി ആയിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് അടിയോടടിയാണ്. തിരഞ്ഞെടുപ്പ് തോൽവി മുതൽ ഈ കൂട്ടയടി നടത്തുന്നത് പുറത്തുള്ളവരും പൊതുജനവുമല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലുള്ള അണികൾ തന്നെയാണ്. ഞാനല്ലാതെ പിന്നെ ആര് എന്ന് ചോദിച്ചാൽ പിണറായിയോട് ഇടതുപക്ഷം ഇങ്ങനെ അടപടലം തോറ്റതിന് കാരണക്കാരനും താനല്ലാതെ പിന്നെ ആരാടോ എന്ന് അണികൾ തിരിച്ചു ചോദിച്ചു തുടങ്ങിയതോടുകൂടി പിണറായിയുടെ ആദ്യത്തെ വീഴ്ച ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് അന്വേഷണമായി, പ്രിയപുത്രി വീണയെ പറ്റിയുള്ള വാർത്തകളായി, ED വീട്ടിൽ കയറി അരിച്ചു വിറക്കലായി, അണികളെ കൊണ്ട് പകരം ചോദിക്കലായി. ഏറ്റവും ഒടുവിൽ ഈ വയസ്സാം കാലത്ത് അത്യാവശ്യ കുൽസിത പ്രവൃത്തിക്ക് ചീത്തപ്പേരും കേട്ടു. ശനിയുടെ അപഹാരവും ബുധന്റെ തൂക്കിയെടുത്തടിയും വ്യാഴത്തിന്റെ കരണക്കുറ്റിക്കടിയും, അങ്ങനെ പിണറായിക്ക് കഷ്ടകാലത്തോട് കഷ്ടകാലം. കേരള സമൂഹം തന്നെ ഒന്നടങ്കം ഞെട്ടുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് ജനം ടിവിക്ക് സ്വപ്ന സുരേഷ് കൊടുത്ത അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിണറായിയെ ഭയന്നാണ് ഇത്രയും കാലം മാധ്യമങ്ങൾക്ക് പോലും മുഖം കൊടുക്കാതെ കേരളത്തിൽ നിന്ന് മാറി നിന്നതെന്നും ഒളിച്ചോടിയതെന്നും, എന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ കാരണം പിണറായിയുടെ ഭരണത്തിന്റെ വേരുകൾ പോലും കേരളത്തിൽ നിന്ന് അറ്റുപോയതുകൊണ്ടാണ് എന്ന് പൂർണ്ണമായും വ്യക്തതയോടുകൂടിയാണ് സ്വപ്ന പറഞ്ഞു വെക്കുന്നത്. പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കടത്തിന്റെ എല്ലാ കാര്യങ്ങളും നടന്നത് എന്ന് ഒരു മറയുമില്ലാതെ സ്വപ്ന തുറന്നു പറയുമ്പോൾ പിണറായി വിജയന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. കർക്കശക്കാരനായ പിണറായിയുടെ വായിൽ നിന്ന് വീഴുന്ന കാണാൻ സുന്ദരിയാണ് കേട്ടോ, പക്ഷേ ഒരൽപ്പം വണ്ണം കൂടുതലാണെന്നുള്ള പരാമർശം പോലും കേരളത്തിന് പുതിയ കേൾവിയാണ്. CMRL കേസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായി ഇത് തുടക്കം മാത്രമാണെന്നും ഇതിനേക്കാൾ വലിയ കൊള്ളയുടെ വിവരങ്ങൾ അന്തർധാരയിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും, കടലിൽ കണ്ട മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണ് CMRL എന്നും സ്വപ്ന തുറന്നടിക്കുന്നുണ്ട്. അഴിഞ്ഞു വീഴുകയാണ് ഇത്രയും കാലം പിണറായി പടുത്തുയർത്തിയ മുഖംമൂടി മുഴുവൻ. തകർന്നു വീഴുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം തങ്ങളുടെ കരുത്തനായ നേതാവെന്ന് ഉയർത്തിപ്പിടിച്ച കപ്പിത്താൻ എന്ന ആവേശപൂർവ്വം പറഞ്ഞ പിണറായി വിജയന്റെ സകല നാട്യങ്ങളും. ജീവന് പോലും ഭീഷണി ഉണ്ടായിരുന്നെന്നും പോലീസിനെ കൊണ്ട് നിരന്തരം പിണറായി സർക്കാർ വേട്ടയാടുകയായിരുന്നു എന്നും സ്വപ്ന തുറന്നു പറയുന്നുണ്ട്. സ്വപ്ന കേവലം ബിനാമി മാത്രമായിരുന്നു. സ്വപ്ന എന്ന സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിലെ കരുത്തനായ നേതാക്കൾ കോടികൾ കൊയ്തെടുത്തപ്പോൾ ഒടുവിൽ പലതും വെളിയിൽ വന്നപ്പോൾ ഇരയാക്കപ്പെട്ടതും ഇതേ സ്ത്രീ തന്നെയാണ്. ജയിലിൽ കിടന്നതും ശിക്ഷാ നടപടി നേരിട്ടതും ഇപ്പോഴും കേസുകളുടെ പിന്നാലെ നടക്കുന്നതും ഇതേ സ്ത്രീ തന്നെയാണ്. ശരിയായ വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന ഒരു സ്ത്രീയെ എങ്ങനെ ഇത്രയും ഉയർന്ന പദവിയിൽ ഇരുത്തി എന്നത് പോലും ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും സ്വപ്നയ്ക്ക് പിറകിൽ നിന്ന് കോടികൾ കൊയ്ത വമ്പൻ സ്രാവുകളൊക്കെ കയ്യും കഴുകി രക്ഷപ്പെട്ടു പോയപ്പോഴും കേരള സമൂഹത്തിനോട് സ്വപ്നയ്ക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ അവസരങ്ങളിലും വിളിച്ചു പറഞ്ഞപ്പോൾ ഒക്കെ കലാപശ്രമത്തിന്റെ പേരിൽ പോലും കേസുകൾ സ്വപ്നയ്ക്ക് മുകളിൽ ചാർത്തപ്പെട്ടു. ശിവശങ്കർ മാത്രമല്ല, പിണറായിയും ശിവശങ്കറിനൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്ക് ഒത്താശ ചെയ്ത പ്രതിയാണ് എന്ന് സ്വപ്ന തുറന്നു പറയുമ്പോൾ കേരളം ഇത്രയും കാലം വെച്ചാരാധിച്ചിരുന്ന ഇരട്ടച്ചങ്കൻ എന്ന അണികൾ ആവേശപൂർവ്വം വിളിച്ച് പ്രകീർത്തിച്ചിരുന്ന ഊറ്റം കൊണ്ടിരുന്ന പിണറായി വിജയൻ അടപടലം തകർന്ന് തരിപ്പണമാവുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് തന്റെ ജീവൻ ഇപ്പോഴും ബാക്കിയായതെന്നും, എന്നിട്ടും പോലീസ് കസ്റ്റഡിയിൽ പോലും സ്വപ്നയെ സ്വാധീനിക്കാനും പറഞ്ഞതൊക്കെ തിരുത്തി പറയിക്കാനും, ഒരു തരത്തിൽ വയ്യാതാകുമ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പോലും വൈകി ഇല്ലാതാക്കാനുള്ള ശ്രമം വരെ വമ്പൻ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായി എന്നാണ് മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ.
ക്ലിഫ് ഹൗസിലെ നിത്യ സന്ദർശകയും ദിവസേന ഫോണിൽ സംസാരിക്കുന്ന വ്യക്തികളുമായിരുന്നു പിണറായിയും സ്വപ്നയും എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് പോലും മുഖം തിരിക്കുന്ന, മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10,000-2,000 രൂപ കൂടുതൽ തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മുറവിളി കൂട്ടി ആശാ തൊഴിലാളികൾ സമരമിരുന്നപ്പോൾ അവരുടെ കണ്ണീരും വിലാപവും പോലും കേൾക്കാതിരുന്ന, ഒരിക്കൽ പോലും അവരെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതിരുന്ന പിണറായി അല്ല നാം കേൾക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച, ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു തരി പോലും മാറി നിൽക്കാതിരുന്ന, എപ്പോഴും സുതാര്യത പുലർത്തിയ ഒരു നേതാവിനെതിരെ സോളാർ കേസിൽ ഉൾപ്പെട്ട പല പീഡനാരോപണങ്ങൾ, പലരെ പറ്റി പലകുറി പറഞ്ഞ സരിത എന്ന സ്ത്രീ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെച്ച കേരളത്തിന് എന്തുകൊണ്ട് പിണറായിയെ പറ്റിയുള്ള ഈ തുറന്നു പറച്ചിൽ വിശ്വസിച്ചുകൂടാ? ഇടതു നേതാക്കന്മാരും അണികളും ചെയ്തതുപോലെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ വസതി വളഞ്ഞും കാർ തടഞ്ഞും നിർത്തിയും അസഭ്യം പറഞ്ഞും ചെരുപ്പുമാലയണിയിച്ചും കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പല അഴിമതി കേസുകളിലും പല തുറന്നു പറച്ചിലുകളിലും വാസ്തവമുണ്ടെങ്കിൽ പിണറായി കണക്കു പറയേണ്ടി വരും കേരളത്തിലെ ഓരോ മനുഷ്യരോടും.